കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം ഗണപതിയല്ല എന്ന് എത്ര പേർക്കറിയാം? അച്ഛനേക്കാൾ പ്രാധാന്യം മകനുള്ള ഒരു മഹാക്ഷേത്രം. ഇവിടെ അച്ഛൻ പറയുന്നത് മകൻ കേൾക്കും, മകൻ പറയുന്നത് ലോകം കേൾക്കും. ഒരു നിവേദ്യം, ആ നിവേദ്യത്തിന്റെ പേരിൽ ഒരു നാട് തന്നെ ലോകപ്രശസ്തമായ ഒരു കഥ. അമ്മയായ പാർവതിയും മുരുകനും അയ്യപ്പനും ഗണപതിയും ഉൾപ്പെടുന്ന ഈ കൈലാസ കുടുംബത്തിലെ പ്രധാന വിഗ്രഹം എന്ന് പറയുന്നത് മഹാദേവൻ തന്നെയാണ്. മകൻ മരിച്ച ദുഃഖത്തിൽ അലഞ്ഞു നടന്ന പെരുന്തച്ഛൻ കൊട്ടാരക്കരയിലെത്തുകയും അവിടെയുള്ള ഒരു പ്ലാവിൻ തടിയിൽ ഒരു ഗണപതി വിഗ്രഹം ഉണ്ടാക്കുകയും ചെയ്യും. ഇടതോട്ട് തുമ്പികയും 2 കൊമ്പുകളുമുള്ള ആ ഉണ്ണി ഗണപതിയെ ഇവിടെ തെക്ക് ഭാഗത്തേക്ക് ദർശനമായി പ്രതിഷ്ഠിക്കും. പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ശേഷം ആഹാരപ്രിയനായ ഗണപതിക്ക് ആദ്യമായി കൊടുക്കുന്നത് കദളിപ്പഴവും അരിപ്പൊടിയും ശർക്കരയും നെയ്യും ചേർത്ത ഉണ്ണിയപ്പങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാന്റെ ഇഷ്ട നിവേദ്യമായി മാറി ഉണ്ണിയപ്പം. ഭഗവാൻ ഉണ്ണിയപ്പം നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഴ പോലും മാറി നിൽക്കുമെന്നാണ് കൊട്ടാരക്കരക്കാരുടെ വിശ്വാസവും അത് തന്നെയാണ് പരമമായത്. ഉണ്ണിയപ്പത്തിന്റെ രുചിയിലും മധുരത്തിലും മറന്നു പോകുന്ന ഗണപതി ഭക്തരുടെ ഏതൊരു ആഗ്രഹങ്ങളും ഏതൊരു പ്രശ്നങ്ങളും തെറ്റെന്തെന്നോ ശരിയെന്തെന്നോ നോക്കാതെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചു കൊടുക്കുകയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫലങ്ങളാണ് ഭഗവാൻ നൽകുന്നത്. ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസങ്ങളിൽ പുറത്തു നിന്നുള്ള ഭക്തന്മാർക്ക് ഉണ്ണിയപ്പ വഴിപാട് നടത്താൻ സാധിക്കുന്നതാണ്. ഒരു കറുകമാലയും ഒരു കൂവളമാലയും ഒരു തേങ്ങയും ഉടച്ച് ഉണ്ണിയപ്പ വഴിപാട് നടത്തി ഭഗവാനെ തൊഴുതു പോകുന്നവർക്ക് പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല, ദോഷങ്ങളും ഉണ്ടാകില്ല.